പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിലായിരിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ അനാഥനായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. അല്പസമയം കൂടി കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങൾ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. നിങ്ങളോടുകൂടി ആയിരിക്കുമ്പോൾ തന്നെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. എല്ലാ കുട്ടികളെ കുറിച്ച് മറ്റുള്ളവർ പറയും, എന്നെ കണ്ടാൽ ഇവൻ്റെ വല്യപ്പനെ പോലെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഇവൻ്റെ സ്വഭാവം അവൻ്റെ ഒരു അങ്കിളിനെ പോലെയാണ്. ഇതുപോലെ ആദാമിനെ കുറിച്ച് പറയുന്നുണ്ട്, അവന് ദൈവത്തിൻ്റെ ഛായയും ദൈവത്തിൻ്റെ സാദൃശ്യവുമായിരുന്നു. എന്നാൽ ആ ദൈവത്തിൻ്റെ സ്വഭാവം അവനിൽ നഷ്ടപ്പെട്ടത് അവൻ്റെ പാപം മൂലമാണ്. അതുകൊണ്ട് തിന്മയുടെ സ്വഭാവവും അല്ലെങ്കിൽ സാദൃശ്യവും അവനിൽ വരികയുണ്ടായി. പിന്നീട് ആദാമിൻ്റെയും ഹവ്വായിൻ്റെയും രണ്ട് മക്കളായ ആബേലിനെ കുറിച്ചും കായേലിനെ കുറിച്ചും പറയുമ്പോഴും അവിടെ കായേലിന് തിന്മയുടെ സ്വഭാവവും ആബേലിന് നന്മയുടെ സ്വഭാവവും ഉണ്ടായി. പിന്നീട് ആബേലിന് പകരമായി ദൈവം കൊടുത്തൊരു മകനുണ്ടായിരുന്നു, അവൻ്റെ പേരാണ് സെത്ത്. ആ സെത്തിനെ പറ്റി പറയുന്നത് അവന് ആദാമിൻ്റെ രൂപവും സാദൃശ്യവുമായിരുന്നു എന്നാണ്. കേസറിയ ഫിലിപ്പി പ്രദേശത്ത്, അതായത് വിദ്യാർത്ഥികളുടെ ബാലദൈവത്തെയൊക്കെ ആരാധിക്കുന്ന കേന്ദ്രത്തിലേക്ക്, പലസ്തീനായുടെ നോർത്തിലേക്ക് ഈശോ ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ടു പോയിട്ട് അവിടെ വെച്ച് ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, യോഹന്നാൻ മാന്താന പുനർജനിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിനക്ക് ഏലിയായുടെ സ്വഭാവമാണ്. വേറെ ചില ആളുകൾ പറയുന്നത് നിനക്ക് ജെറേമിയായെ പോലെയാണ്, അതല്ലെങ്കിൽ വേറെ ചിലർ പറയുന്നത് നീ ഏതെങ്കിലും ഒരു പ്രവാചകനെ പോലെയാണ്. അതായത് നീ അതാണോ അല്ല, മറിച്ച് സ്നാപക യോഹന്നാന്റെ അല്ലെങ്കിൽ ഏലിയ പ്രവാചകന്റെ അല്ലെങ്കിൽ ജെറേമിയ പ്രവാചകന്റെ അല്ലെങ്കിൽ ഓരോ പ്രവാചകന്മാരുടെ സ്വഭാവമാണ് നിനക്ക്. അങ്ങനെ ചില ആളുകളിൽ ചില സാദൃശ്യങ്ങൾ, ചില അരൂപികൾ നിറയുന്നുണ്ട്. തിന്മയുടെ അരൂപി നിറഞ്ഞപ്പോഴാണ് ദൈവം ഈശോ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതായിട്ട് പറയുന്നത്. ആ പിശാചുക്കളെ ബഹിഷ്കരിക്കുമ്പോൾ അവർ തിന്മയിൽ നിന്ന് മാറുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും മാമോദീസ സ്വീകരിക്കുമ്പോൾ ഈ ദൈവത്തിൻ്റെ രൂപവും സാദൃശ്യവും നമ്മളിലേക്ക് വരികയാണ്. കാരണം നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളിലൂടെ നമ്മൾ രൂപാന്തരപ്പെടുവാനുള്ളവരാണ്. എന്നാൽ അത് നമ്മൾ സ്വയം തിരിച്ചറിയുന്നില്ല എങ്കിൽ, അതിനനുസരിച്ച് നമ്മൾ സഹകരിക്കുന്നില്ല എങ്കിൽ തിന്മയുടെ അരൂപി വീണ്ടും നമ്മളിൽ പ്രവർത്തിക്കുവാനിടയാകും. ഇവിടെ ഇന്ന് നമ്മൾ സുവിശേഷം വായിക്കുന്നത് ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന വിടവാങ്ങൽ പ്രസംഗമാണ്. ആ വിടവാങ്ങൽ അല്ലെങ്കിൽ യാത്ര പറയുന്ന അവസരത്തിൽ ഈശോ പറയുകയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിക്കും. അതാണല്ലോ സാധാരണ നമ്മൾ മാതാപിതാക്കന്മാരോട് ചെയ്യുക. നമ്മുടെ മാതാപിതാക്കന്മാരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മക്കൾ അവർ പറയുന്നത് അനുസരിക്കും. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചും നമ്മുടെ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ മാത്രമേ, ഈശോ നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രം നമ്മൾ പ്രാവർത്തികമാക്കിയാലേ ഈശോയെ സ്നേഹിക്കുന്നുവെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് അത് ക്ലെയിം ചെയ്യാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ ഈശോ മറ്റൊന്ന് പറയുകയാണ്, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല,
ഞാൻ പിതാവിനോട് ചോദിക്കുകയും പിതാവ് നിങ്ങൾക്ക് ഒരു സഹായകനെ അയക്കും, അതാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ അപ്പോസ്തലന്മാരുടെയും ക്രിസ്തു ശിഷ്യന്മാരുടെയും പ്രവർത്തനങ്ങളിൽ അവരെ സഹായിക്കുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകപ്പെടുന്നുണ്ട്. അവൻ എക്കാലവും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. അതായത് നിങ്ങൾ മരിക്കുന്നവരെയും നിങ്ങളുടെ കൂടെ നിങ്ങളെ നയിക്കുവാൻ ആ ആത്മാവ് ഉണ്ടാകും. പക്ഷെ ആത്മാവിനെ നമ്മൾ തിരിച്ചറിയുന്നില്ല എങ്കിൽ ആ ആത്മാവിന്റെ പ്രചോദനങ്ങൾക്കല്ല, മറിച്ച് അശുദ്ധാത്മാവിന്റെ പ്രചോദനങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ നീങ്ങുന്നത് എങ്കിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ തിന്മ പ്രവർത്തിക്കുകയും മറ്റുള്ളവർക്ക് വളരെയേറെ ക്ലേശങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ തന്നെ പറയുകയാണ്, ഈ ആത്മാവ് സത്യത്തിന്റെ ആത്മാവാണ്. ഈശോ തന്നെ വിശേഷിപ്പിച്ചത് സത്യമാണ്, ദൈവമാണ് സത്യം. ദൈവത്തിന് മാത്രമേ ഈ ലോകത്തിന്റെ സത്യങ്ങൾ അറിയാനൊക്കത്തുള്ളൂ. മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ പലപ്പോഴും ധരിക്കുന്നത് തെറ്റായ ധാരണകളാണ്. പിശാച് അങ്ങനെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നവരാണ്. കാരണം ആദാമിനോട് ഹവ്വായോട് ചെയ്തത്, ഹവ്വായോട് പറയുന്നു, ഏതെങ്കിലും വൃക്ഷത്തിന്റെ കനി കഴിക്കരുതെന്ന് ദൈവം നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അത് ദൈവത്തിന്റെ അസൂയ കൊണ്ടാണ്, നീ ദൈവത്തെ പോലെ ആകുമെന്ന് കരുതിയിട്ടാണ്. എന്നാൽ നന്മ നിന്ന് തിരിച്ചറിയാൻ, ദൈവത്തെ പോലെ ആകാൻ ഈ കനി കഴിക്കണമെന്ന് പ്രലോഭിപ്പിക്കുന്ന പിശാചിനെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെയുള്ള ആ തിന്മയുടെ പ്രേരണ നമ്മുടെ സുഹൃത്തുക്കൾ വഴിയും ബന്ധുജനങ്ങൾ വഴിയും ഒരുപക്ഷെ ജീവിത പങ്കാളി വഴിയും ഒക്കെ നമ്മളിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയാകും. എന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹം നയിക്കപ്പെടുന്നവരാണെങ്കിൽ ദൈവത്തിന്റെ വചനമനുസരിച്ചായിരിക്കും അവന് പ്രവർത്തിക്കുക. ഇനി ഈശോ പറയുകയാണ്, ഈ ലോകത്തിന് ഈ ആത്മാവിനെ സ്വീകരിക്കാൻ പറ്റുകയില്ല, എന്നാൽ നിങ്ങൾക്ക് സാധിക്കും. കാരണം നിങ്ങൾ ദൈവത്തിന്റെ വചനം മനസ്സിലാക്കിയിരിക്കുന്നു, നിങ്ങൾ അവനെ അറിയുന്നു, നിങ്ങൾ അവനെ കാണുകയും ചെയ്യുന്നു. കാരണം ദൈവത്തിന്റെ വചനം മാംസം ധരിച്ചതാണ് ഈശോ. ആ ഈശോയെയാണ് നമ്മൾ കാണുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത് പരിശുദ്ധ കുർബാനയിലൂടെ. അതുകൊണ്ട് അക്രൈസ്തവർക്ക് സ്വീകരിക്കുവാൻ സാധിക്കാത്ത പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ തന്നെ ഈശോ പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥായിട്ട് വിടുകയില്ല, ഞാൻ അല്പം കഴിയുമ്പോൾ ഈ ലോകം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങൾ വീണ്ടും എന്നെ കാണും. കാരണം ഞാൻ മരിച്ച് ഉദ്ധാനം ചെയ്ത് ഞാൻ നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെടും, ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വരുന്നു. അതുകൊണ്ടാണ് നമുക്കറിയാം, കർത്താവിന്റെ ഉദ്ധാനത്തിന് ശേഷം 40 ദിവസത്തേക്ക് ഈശോ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടായിരുന്നു. കൂടെ കൂടെ അപ്പോസ്തലന്മാർക്ക് പല അവസരങ്ങളിലായിട്ട് പ്രത്യക്ഷപ്പെടുകയും കാണുകയും ചെയ്തു. 40-ാം ദിവസമാണ് ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നത്. മാത്രമല്ല, നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ ഞാൻ നിങ്ങളുടെ മധ്യേ ഉണ്ടായിരിക്കുമെന്നും വിശുദ്ധ കുർബാന അർപ്പിക്കണം എന്നും പറയുമ്പോൾ ആ വിശുദ്ധ കുർബാന അർപ്പണത്തിന് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്ന ഈശോയെയാണ് പ്രധാന അർത്താനെ നമ്മൾ കാണുക. കാരണം അവിടെ ഈശോ തന്നെ ശരീരവും രക്തവുമാക്കി മാറ്റി അപ്പം വീഞ്ഞിനെ രൂപാന്തരപ്പെടുത്തി നമുക്ക് ഓരോരുത്തർക്കും നൽകുകയാണ്, നമ്മളിലേക്ക് വരികയാണ്. കുർബാനയുടെ ആദ്യ ഭാഗത്തിലാകട്ടെ വചന ശുശ്രൂഷ വഴിയായിട്ട് ഈശോ തന്നെ അപ്പോസ്തലന്മാർക്ക് പഠിപ്പിച്ചതുപോലെ നമ്മളെ പഠിപ്പിക്കുകയാണ്. പിന്നെ ഈശോ പറയുന്ന മറ്റൊന്ന് ഈ പിതാവുമായിട്ടുള്ള തന്റെ ബന്ധത്തെ കുറിച്ചാണ്. ഞാൻ പിതാവിലായിരിക്കുന്നു, പിതാവ് എന്നിലായിരിക്കുന്നു, അതുപോലെ തന്നെ നിങ്ങളും എന്നിലായിരിക്കും. ഒരു ട്രയാങ്കിളാണ്. അതായത് നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എന്റെ കൽപ്പനകൾ പാലിക്കുകയും നിങ്ങൾ എന്നോടൊപ്പം വായിക്കുകയും ചെയ്താൽ നിങ്ങൾ അത് പിതാവിനോടൊത്താണ്, നിങ്ങൾ പിതാവിനെയും കൂടെ ശ്രമിക്കുകയാണ്. കാരണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണ്. അങ്ങനെ വരുമ്പോൾ അവൻ നിങ്ങളിലെ കൂടി കൊള്ളും. കാരണം നമ്മൾ ക്രിസ്തു വഴി പിതാവായ ദൈവവുമായിട്ട് ഐക്യപ്പെടുകയാണ്. അങ്ങനെ ഐക്യപ്പെടുമ്പോൾ നമ്മളെ ബന്ധിപ്പിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അപ്പോസ്തലന്മാർ പറയുന്നു, അവൻ നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. കാരണം അവൻ നിങ്ങളെ രൂപാന്തരപ്പെടുത്തും. നിങ്ങൾ ഇതുവരെ സ്വാർത്ഥമതികളായിരുന്നു, നിങ്ങൾ ആരാണോ വലുത് എന്നുള്ളതിനെ കുറിച്ചുള്ള തർക്കങ്ങളുണ്ടായിരുന്നു, പാടുപെടുകൾ ഏറ്റെടുക്കുന്നതിന് നിങ്ങൾ വിമുഖത കാണിച്ചു. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, കർത്താവേ നിനക്ക് ഇതൊന്നും സംഭവിക്കാതിരിക്കട്ടെ. അതായത് കർത്താവ് ജെറുസലേമിലേക്ക് പോകണം, അവിടെ വിദ്യാർത്ഥികൾക്ക് മനുഷ്യപുത്രനെ ഏൽപ്പിച്ചു കൊടുക്കപ്പെടും, അവരവനെ മർദ്ദിക്കും, അവനവന്റെ പാടുപെടലുകൾക്ക് ഇടയാക്കും, അവനെ കുരിശിൽ മരിക്കും, എന്നാൽ അവൻ ഉദ്ധാനം ചെയ്യുമെന്ന് പറയുമ്പോൾ പത്രോസ് തടസ്സം നിൽക്കുകയാണ്. അല്ലെങ്കിൽ ലാസർ മരണാസന്നനായിരിക്കുന്നു, നമുക്ക് അവിടേക്ക് പോകാം എന്ന് ഈശോ പറയുമ്പോൾ ശിഷ്യന്മാർ പറയുന്നത്, അങ്ങോട്ട് പോകരുതേ, അവിടെ ചെന്നാൽ കല്ലെറിയും, നിന്നെ കൊന്നുകളയും. അങ്ങനെ ഈ ശിഷ്യന്മാര് ഭയപ്പെടുന്നവരായിരുന്നു. ഇതെല്ലാം മാറുന്നത് അവരിലേക്ക് വരുന്ന പരിശുദ്ധാത്മാവ് വഴിയാണ്. പുസ്തകത്തിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശേഷം അത്രയും നാൾ ഒളിച്ചു കഴിഞ്ഞിരുന്ന ശിഷ്യന്മാര് പരസ്യമായി പുറത്തേക്ക് വരികയും ആളുകളോട് പ്രസംഗിക്കുകയും 3000 പേര് പത്രോസിന്റെ പ്രസംഗം വഴിയായി മാനസാന്തരപ്പെടുകയും ചെയ്ത് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ധൈര്യസമേതം അവർ വചനം പ്രസംഗിക്കുകയാണ്. അങ്ങനെയുള്ള വചന പ്രഘോഷണം പത്രോസിന്റെയും എസ്തഫാനോസിന്റെയും
അതുപോലെ തന്നെ പൗലോസ്ലീഹായുടെ പ്രബോധനങ്ങളിലുമെല്ലാം നമ്മൾ കാണുന്നത് അത്ര ധൈര്യത്തോടു കൂടിയാണ്. ഇവിടെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവനൊരു സഹായകനാണ്. അതായത് നമുക്ക് വേണ്ടി പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ സംസാരിക്കുന്നവനാണ്. അവന് നമ്മളുടെ ഉപദേഷ്ടാവാണ്, കൗൺസിലറാണ്. അതായത് നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരും. വചനത്തെ ശരിയായ രീതിയിൽ ഗ്രഹിക്കുവാനുള്ളതായ കഴിവ് നമുക്ക് തരും. മൂന്നാമത് അവനൊരു കംഫർട്ടറാണ്. കംഫർട്ടർ എന്ന് പറയുമ്പോൾ വീടാസാഹ്യങ്ങൾ വരുമ്പോഴും മറ്റുള്ളവരിൽ നിന്നെ വചനം പ്രഘോഷിക്കുന്നതിന്റെ പേരിൽ, സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്നതിന്റെ പേരിൽ പീഡിപ്പിക്കാൻ വരുമ്പോഴും ധൈര്യസമേതം അതിനെ അതിജീവിക്കുവാനും വേണ്ടി വന്നാൽ വിശ്വാസത്തില് രക്തസാക്ഷിത്വം വരിക്കുവാനുമുള്ളതായ ശക്തി പരിശുദ്ധാത്മാവ് നൽകും. നമ്മുടെ പരിശുദ്ധാത്മാവ് അവൻ സഹായകനാണ്, അല്ലെങ്കിൽ നിന്റെ അഡ്വക്കേറ്റ് ആണ്, അവൻ നിന്റെ കൗൺസിലറാണ്. അതായത് നിനക്ക് അറിവ് തരുന്നവനാണ്. മൂന്നാമതായിട്ട് അവൻ നിനക്ക് ധൈര്യം പകരുന്നവനാണ്. ആ പരിശുദ്ധാത്മാവിന്റെ കൃപ ലഭിച്ചിരിക്കുന്നതായ നമുക്ക് ആ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്തിൽ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനുമായിട്ട് പരിശ്രമിക്കും.